നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ പ്രതികരിച്ച ഷാഫി പറമ്പിൽ ശക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തതെന്നും ഇത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ബാധകമാണെന്നുമാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറഞ്ഞത്. രാഹുൽ വിഷയത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞെന്നും അതിന് മുകളിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയുടെ ഐക്യവും ശക്തിയും ഉറപ്പാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഷാഫി മാധ്യമങ്ങളോട് ആഹ്വാനം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം ഐക്യകണ്ഠേനയാണെന്നാണ് നേരത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചത്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ പാർട്ടി ഗൗരവമായാണ് കാണുന്നത്. ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു. രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. കൂടിയാലോചനകൾക്ക് ശേഷമാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കോൺഗ്രസ് പാർട്ടി ഒരേ സ്വരത്തിലെടുത്ത തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നിയമസഭാ കക്ഷി സ്ഥാനവും രാഹുലിന് ഉണ്ടാകില്ല എന്നും സണ്ണി ജോസഫ് അറിയിച്ചിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായിക്കൊണ്ടാണ് ഈ ലൈംഗിക ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരെ വരുന്നത്. ഏതൊരു സാധാരണ പാർട്ടി പ്രവർത്തകനും കൊതിക്കുന്ന തരത്തിലുള്ള കുതിപ്പായിരുന്നു രാഹുലിന്റേത്. ചാനൽ ചർച്ചകളിലെ മൂർച്ചയേറിയ സാന്നിധ്യമായിരുന്നു പൊതുസ്വീകാര്യത കൈവരിച്ച് അദ്ദേഹത്തിന്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, പാലക്കാട് MLA, വെറും 2 വർഷം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സുപ്രധാന പദവികളൊക്കെ നേടിയത്. ആ കുതിപ്പിൽ രാഹുൽ പലകുറി ആവർത്തിച്ച് പറഞ്ഞത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചായിരുന്നു. അതേ നേതാവിനെതിരെ ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾക്ക് പിന്നാലെ MLA സ്ഥാനം ഒഴികെയുള്ള സ്ഥാനങ്ങളെല്ലാം നഷ്ടമായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖകളും വാട്സപ്പിലും മറ്റും മെസ്സേജിംഗ് സംവിധാനങ്ങളിലൂടെ നടത്തിയ ചാറ്റുകളും പുറത്തു വന്നതോടെ അദ്ദേഹത്തെ പിന്തുണച്ചവരും പ്രതിരോധിച്ചവരും പാർട്ടി നേതൃത്വവും എല്ലാം പ്രതിസന്ധിയിലായി. ഒരാൾ ധൈര്യസമേതം അനുഭവം പുറത്തു പറഞ്ഞതോടെ സമാനമായ ദുരനുഭവങ്ങൾ നേരിട്ട ഒട്ടേറെ പേർ നേരിട്ടും മറ്റുള്ളവർ വഴിയും അക്കാര്യങ്ങൾ പൊതുമധ്യത്തിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി. അതിന്റെ ഉള്ളടക്കം നേതാവിന്റെ വ്യക്തിത്വത്തിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുന്നതുമായിരുന്നു. ദുരനുഭവങ്ങൾ പുറത്തു പറഞ്ഞവരും പറയാത്തവരുമായ സ്ത്രീകളോട് പലപ്പോഴായി നടത്തിയ സംഭാഷണങ്ങളിൽ തീർത്തും അസഭ്യമായ പദപ്രയോഗങ്ങളും നിന്നെ കൊല്ലാൻ ഒരു നിമിഷം മതിയെന്ന ആവർത്തിച്ചുള്ള ഭീഷണിയുമെല്ലാം ഉണ്ട്. പലതും ട്രോൾ മഴയായും സാമൂഹിക മാധ്യമങ്ങളിൽ പെയ്തിറങ്ങുകയാണ്. തീപ്പൊരി ചിതറുന്ന പ്രസംഗങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും അണികളെയും ആരാധകരെയും ഒരുപോലെ കയ്യിലെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ കരിയറിന്റെ ഗതിവേഗം കൂട്ടിയത്. പിണറായി വിജയനെ വിജയ എന്നും വിളിച്ചും കണ്ണൂരിൽ പോയി CPM-നെ നേതാക്കളെ നടുറോഡിൽ നിന്ന് വെല്ലുവിളിച്ചും ചാനൽ സംവാദങ്ങളിൽ കാച്ചിക്കുറുക്കിയ മറുവാദങ്ങൾ നിരത്തിയും രാഹുൽ അണികളെ ഹരം കൊള്ളിച്ചു. സെക്രട്ടേറിയറ്റ് വളയലിന്റെ പേരിൽ പോലീസ് വീട് വളഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതോടെ ശരിക്കും താരമായി മാറി. പാർട്ടിയിലും പുറത്തും താരമായതോടെ രണ്ടിടത്തും ശത്രുക്കളും വർദ്ധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും കണ്ടെത്തുന്നതിലും കൈമാറുന്നതിലും പുറത്തുള്ളവർക്കൊപ്പം അകത്തുള്ളവർക്കും ആവേശമുണ്ട് എന്നതാണ് ഏറ്റവും ഒടുക്കം വരുന്ന പരസ്യമായ രഹസ്യം.